ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഫുള്ള് മോഡിഫിക്കേഷൻ അലൗ ചെയ്തിട്ടുണ്ട്. 18 മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. UDF സർക്കാർ അനുവദിച്ച മോഡിഫിക്കേഷൻ്റെ ലിസ്റ്റുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ലിസ്റ്റ് ഒന്നും പാസ്സായിട്ടില്ല. ഇതൊക്കെ പാസ്സായാൽ മാത്രമേ ഇതെങ്കിലും നമുക്ക് ലീഗലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 18 മോഡിഫിക്കേഷൻസ് അലൗ ചെയ്തേക്കണതും അതുകൂടാണ്ട് 5 മോഡിഫിക്കേഷൻ RCയിൽ വരുത്താൻ പറ്റിയത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പണ്ടേ ഉള്ള കാര്യമാണ്. ഷാസി മാറ്റാൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ വണ്ടിയുടെ ഷാസി വെക്കാമെന്നായിരിക്കില്ല കേട്ടോ. സെയിം വണ്ടിയുടെ ഷാസി നിങ്ങൾക്ക് നമ്മുടെ RTOയിൽ പോയിട്ട് അനുമതി വാങ്ങിച്ചിട്ട് നമുക്കത് മാറ്റാം. പിന്നെ എൻജിൻ മാറ്റാം. അപ്പം നിങ്ങൾക്ക് ഒരു മറ്റേ സ്വിഫ്റ്റിലേക്ക് നിങ്ങൾക്ക് 2JC എൻജിൻ വെക്കാമെന്നല്ല, നിങ്ങൾക്ക് സ്വിഫ്റ്റിൻ്റെ എൻജിൻ തന്നെ വല്ല പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങൾക്ക് എൻജിൻ മാറ്റി വെക്കാം. ഇതൊക്കെ പണ്ടേ ഉള്ളതാണ് RCയിൽ കളർ മാറ്റുന്ന പരിപാടി. പിന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യം വന്നാൽ ഇതിപ്പോൾ ഓൾറെഡി 50% സൺഫിലിം നേരത്തെ അലൗഡ് ആയിരുന്നു, അത് കൊള്ളാം. ടോ ഹുക്ക്, അഡീഷണൽ സ്പീക്കേഴ്സ് വെക്കാം, പിന്നെ സ്റ്റിക്കർ വർക്ക് അലൗഡ് ആണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് പണ്ടേ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ റിവേഴ്സ് ക്യാമറ, ഡാഷ് ക്യാമറ, അതൊന്നും ഇങ്ങനെ പൊക്കാറൊന്നുമില്ല. പിന്നെ നമ്മുടെ സെൻസറുകൾ, റിവേഴ്സ് സെൻസറുകൾ, പാർക്കിംഗ് സെൻസറുകൾ വെക്കാം, അങ്ങനത്തെ കാര്യം. പിന്നെ സ്റ്റിയറിംഗ് വീൽ കവർ അലൗ ആക്കിയിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം അലൗ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലോർ മാറ്റ് അലൗ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ കൊടുത്തിട്ടേ ഉള്ളൂ. ഇതൊക്കെ പാസ്സായാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയണേ. അല്ലെങ്കിൽ ഫ്ലോർ മാറ്റും ഇട്ടവരും റിവേഴ്സ് ക്യാമറ പിടിപ്പിച്ചവരും പിന്നെ സെൻസറുകൾ പിടിപ്പിച്ചവരും എല്ലാം ഊരാൻ റെഡി ആയിക്കോ. സംഭവം ലീഗലായില്ലെങ്കിൽ പണി പാളും. പിന്നെ അത് കൂടാണ്ട് ബൈക്കുകാർക്ക് ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ കാറുകൾക്കാണ് ആൻഡ്രോയിഡ് സിസ്റ്റം എക്സ്ട്രാ അഡീഷണൽ സ്പീക്കറൊക്കെ വെക്കാമെന്ന്. ഇനി ബൈക്കിൽ ഈ അഡീഷണൽ സ്പീക്കറും ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ വെച്ചാൽ പൊക്കോ, അല്ലെങ്കിൽ റിവേഴ്സ് ക്യാമറ, ഇപ്പോൾ ബൈക്കിലും ക്യാമറകൾ വെക്കാം ഫ്രണ്ടും ബാക്കും, അതൊക്കെ വെച്ചാൽ ഇനി പൊക്കോ. അതൊന്നും 2 വീലറിൻ്റെ സംഭവങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. കളർ മാറ്റാം, സ്റ്റിക്കർ ഒട്ടിക്കാമെന്നുണ്ടെങ്കിലും. ബട്ട് 4 വീലേഴ്സ് അല്ലെങ്കിൽ വലിയ വണ്ടികൾക്കാണ് ഇത് വന്നേക്കണം. ഏത് തരം വണ്ടികൾക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഇതെല്ലാ വണ്ടികൾക്കും കൂടെ പാസ്സായാൽ കുറച്ചൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ കുറച്ചൊക്കെ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിച്ചേക്കാട്ടെ. പിന്നെ അറിയില്ലാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്സായില്ലെങ്കിൽ ഊരാൻ റെഡി ആയിക്കോന്ന്.